എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോസ്റ്റ്മാനിലെ ലേറ്റസ്റ്റ് ഫീച്ചറായ API പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. ഈ ഒരു ഫീച്ചർ പോസ്റ്റ്മാൻ ടീം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റ്മാൻ്റെ കാനറി ബിൽഡിൽ മാത്രമാണ്. ആ പർട്ടിക്കുലർ ബിൽഡ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ ലിങ്ക് ഞാൻ ഓൾറെഡി ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലിങ്കിൽ പോസ്റ്റ്മാൻ ടീം തന്നെ പറഞ്ഞിരിക്കുന്നത് our canary builds are designed for early adopters and may sometimes break. അതായത് പോസ്റ്റ്മാൻ ടീം ഡെവലപ്പ് ചെയ്യുന്ന പുതിയ ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡാണ് കാനറി ബിൽഡ്. അപ്പം ഈ ഒരു ബിൽഡിന് ചില ഇഷ്യൂസ് ഒക്കെ വന്നേക്കാം. ഈ ഒരു സെക്ഷനിൽ നിന്നാണ് OS അനുസരിച്ച് ഈ കാനറി ബിൽഡിന്റെ വേർഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സൈഡ് ബൈ സൈഡ് ഇൻസ്റ്റാൾ എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇവർ പറയുന്നത് ടു ഹെൽപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് പോസ്റ്റ്മാൻ കാനറി ആൻഡ് പോസ്റ്റ്മാൻ സ്റ്റേബിൾ ക്യാൻ റൺ അറ്റ് ദ സെയിം ടൈം. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷനും കാനറി വേർഷനും ഒരേ സമയത്ത് നമുക്ക് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റും. രണ്ടിടത്തും ഒരേ യൂസർ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുകയും അതനുസരിച്ചുള്ള ഡീറ്റെയിൽസ് തന്നെ രണ്ട് വേർഷനിലും വന്നോളും. കൂടുതലായിട്ട് വേറൊരു കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പോസ്റ്റ്മാൻ കാനറിക്ക് ഈ ഒരു നീല ഐക്കണും സ്റ്റേബിളിന് ഒരു ഓറഞ്ച് ഐക്കണുമാണ്. അപ്പോൾ ഞാനിത് പോസ്റ്റ്മാൻ കാനറി വേർഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഞാൻ യൂട്യൂബിൽ നിന്ന് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേക്ക് JSON സെർവർ റിലേറ്റഡ് APIs ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി പെർഫോമൻസ് ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ കളക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ നോക്കാം. ഈ കളക്ഷൻ വർക്ക് ആകാൻ വേണ്ടി ഒരു എൻവയൺമെന്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. JSON സെർവർ കളക്ഷൻ എൻവയൺമെന്റ് എന്ന് പറഞ്ഞ് ആ എൻവയൺമെന്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യമേ ഇത് ഫങ്ഷണലായിട്ട് റൺ ചെയ്യാൻ പോവാണ്. വ്യൂ മോർ ആക്ഷൻസ് ക്ലിക്ക് ചെയ്ത ശേഷം റൺ കളക്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അവിടെ ഫങ്ഷണൽ എന്നുള്ള ടാബിൻ്റെ അകത്ത് റൺ JSON സെർവർ കളക്ഷൻ ന്യൂ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. എല്ലാ ടെസ്റ്റ് കേസും പാസ്സായി. ഇനി പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി വീണ്ടും കളക്ഷൻ റൺ ചെയ്യുക. ഫങ്ഷണൽ ടാബിന്റെ ഇപ്പുറത്തായിട്ട് പെർഫോമൻസ് എന്നൊരു ടാബ് പുതിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് കാനറി ബിൽഡ്സ് മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വെർച്വൽ യൂസേഴ്സിന്റെ കൗണ്ടും ടെസ്റ്റ് ഡ്യൂറേഷന്റെ ടൈമും കൊടുക്കാവുന്നതാണ്. ഞാൻ തൽക്കാലം വെർച്വൽ യൂസേഴ്സിന്റെ കൗണ്ട് 1 ആയിട്ടേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ടെസ്റ്റ് ഡ്യൂറേഷൻ മിനിറ്റ് 1 ആയിട്ട് കൊടുക്കുകയാണ്. എനിക്ക് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയി, അതുകൊണ്ടാണ്. ഇനി ഞാൻ റൺ ബട്ടനെ ക്ലിക്ക് ചെയ്യുവാണ്. റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ലോഗ് ഇവിടെ വരും. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. അതുപോലെ പോസ്റ്റ്മാൻ കാനറി ബിൽഡിനകത്ത് ഗ്രാഫായിട്ട് റിക്വസ്റ്റുകളുടെ ഡീറ്റെയിൽസ് വരും. അതുപോലെ ടാബ്ലോ ഫോർമാറ്റിൽ റിക്വസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് വരും. അത് നമുക്ക് നോക്കാം. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ കാണാം API ഹിറ്റ് ആകുന്ന ഡീറ്റെയിൽസ്. ഒരു മിനിറ്റത്തേക്ക് ഈ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ഒരു മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാം ടാബ് ഫോർമാറ്റ്, ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വരുന്നത്. ടോട്ടൽ റിക്വസ്റ്റ്, ഓരോ സെക്കൻഡിൽ എത്ര റിക്വസ്റ്റ് പോയി, അതുപോലെ റെസ്പോൺസ് ടൈം, ആവറേജ് റെസ്പോൺസ് ടൈം, മിനിമം മാക്സിമം ടൈം, 19th പെർസെൻറ്റേജിൻ്റെ ടൈം, അങ്ങനെ ഡീറ്റെയിൽസ്. ഇതെല്ലാം പെർഫോമൻസ് മെട്രിക്സ് ആണ്. ഇത് നോക്കിയാണ് APIയുടെ പെർഫോമൻസ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. കറൻ്റ്ലി ഈ ഒരു ഫീച്ചർ വെച്ച് നമുക്ക് 200 വെർച്വൽ യൂസേഴ്സ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയാൻ വേണ്ടിയാണ് വെർച്വൽ യൂസറിന്റെ കൗണ്ട് 1 ആയിട്ട് സെറ്റ് ചെയ്ത്. അതുപോലെ
ടൈം 1 മിനിറ്റ് ആക്കിയത്. നിങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പബ്ലിക് APIs യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ലോഡ് കൊടുക്കാതിരിക്കുക. ഒത്തിരി ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ IP അഡ്രസ് ചിലപ്പം ആ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യുക. ലേണിംഗ് പർപ്പസിന് 1-2 വെർച്വൽ യൂസേഴ്സ് ഇട്ട് നോക്കിയാൽ മതി. അതായിരിക്കും ബെറ്റർ. ഇത് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഫീച്ചറായിരുന്നു. ഇപ്പം പോസ്റ്റ്മാൻ ടീം ഏതായാലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റേബിൾ ബിൽഡിലേക്ക് അത് അവർ കൊണ്ടുവരും. അതുകൂടാതെ തന്നെ K6 പെർഫോമൻസ് ടെസ്റ്റിംഗ് ടൂൾ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത കളക്ഷൻസ് ലോഡ് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ തന്നെ ഇപ്പം ഇൻബിൽഡ് ആയിട്ട് പോസ്റ്റ്മാൻ ടീം തന്നെ വേറൊരു തേർഡ് പാർട്ടി ലൈബ്രറിയുടെ യൂസ് ചെയ്യാതെ തന്നെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി പോസ്റ്റ്മാനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്യുന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആ റിക്വസ്റ്റിലേക്ക് പോകും. ലെജൻഡ് ഉണ്ട് ഇവിടെ, വെർച്വൽ യൂസേഴ്സിന്റെ കൗണ്ട്, എറർ വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ലെജൻഡായിട്ട് ഓരോ കളർ കോഡ് കൊടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോ ഡൗട്ട്സ് ഒക്കെ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.